ഗംഭീര പോരാട്ടമല്ല ഇത്, യുദ്ധം. ഈ യുദ്ധം കാണാൻ വന്ന എല്ലാവരും എന്നെ കൈയടിച്ച് അനുകരിക്കണേ, ആശീർവദിക്കണേ. താങ്ക് യു വെരി മച്ച്. Heads, tails. അടിച്ച് പരത്തി നമർത്തിക്കണടാ. തിലകക്കുറി ചാർത്തി മാസില മണികൾ ഗ്രൗണ്ടിലേക്ക്. ഇവരോ കില്ലാടികൾ. ഡേഞ്ചർ ബോയ്സ് 7Cക്ക് വേണ്ടി ആദ്യ ഓവർ എറിയുന്നത് അനൂപാണ്. ഇതാ ആദ്യ ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് പുറത്തിരിക്കുകയാണ് നമ്മുടെ മൂത്ത ഭസ്മം. കളിച്ചാൽ കൂവിയലറി ചൊറിഞ്ഞാൽ പന്ത് കിട്ടി ഇളിച്ചാൽ ജീവൻ മാത്രം ബാക്കി വെച്ചു. ഒരു ദയവുമില്ലാതെ അറഞ്ചും പുറഞ്ചും അടിച്ചു പറത്തുകയാണ് ഭസ്മങ്ങൾ. അനൂപ് ഭസ്മത്തിന്റെ കുറ്റി തെറിപ്പിച്ചിരിക്കുകയാണ്. ആടിലും സംക്രാന്തിക്കും വിക്കറ്റ് ഇടുന്ന 7Cക്ക് ഇത് ആഘോഷ നിമിഷങ്ങൾ. കളി ജയിച്ചു എന്ന് കരുതിയിട്ടാണോ ഈ ആഘോഷമെന്ന് സംശയിക്കേണ്ടതിരിക്കുന്നു. 48 റൺസും ഒരു വിക്കറ്റുമായി ഭസ്മ ടീം മുന്നേറുന്നു. ക്രിക്കറ്റിന് പകരം ഗുണന പട്ടിക വല്ലതും വെച്ചായിരുന്നു മത്സരമെങ്കിൽ വിജയം ഭസ്മങ്ങൾക്ക് മറക്കാമായിരുന്നു. അമ്പാടി ഒറ്റയ്ക്ക് ഇത് ജയിപ്പിച്ചാണ്. അടിയോടടി ഭസ്മം അടിച്ചാൽ താങ്ങാൻ മാട്ടേ. 4 മാസം തൂങ്ങാൻ മാട്ടേ. മോദി പാറ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. അയ്യോ ഒന്നും പറ്റിയില്ല. തന്നെ വീണാലും 81 റൺസാണ് സുഹൃത്തുക്കളെ ഡേഞ്ചർ ബോയ്സ് 7Cക്ക് വേണ്ടത്. അതിനെക്കാട്ടി നല്ല ഡെസ്ക് തിരിച്ചു കൊടുക്കുന്നതായിരുന്നു ഭസ്മം കീ ആനച്ചേ. ഇനി ഇത് ഗ്രൗണ്ടല്ല, കൊലക്കളം. ഗൂഢലക്ഷ്യങ്ങളുടെ കോടമഞ്ഞ് തള്ളി മാറ്റി വിജയ കവാടത്തിലേക്ക് ശ്രീകുട്ടൻ നടന്നെടുക്കുന്നു. അവിടത്തെ തറയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണോ ശ്രീകുട്ടൻ? കൊടുങ്കാറ്റിന് മുമ്പുള്ള പവർ കട്ടാണ് സുഹൃത്തുക്കളെ. വാടാ. ആഞ്ഞു വീശും. ശ്രീകുട്ടന്റെ ബാറ്റിൽ നിന്നും ഒരു സിക്സ് പറഞ്ഞിരിക്കുകയാണ്. Oh my goodness! എന്താണ് നമ്മൾ ഇവിടെ കാണുന്നത്? ബൗണ്ടറിയിൽ ബാറ്റ്, കീപ്പറിന്റെ കയ്യിൽ ബോൾ, ശ്രീകുട്ടന്റെ ഫോൾ. ഔട്ട്! ക്യാരിപ്പാട ഫുൾ. സുഹൃത്തുക്കളെ, ബാറ്റ് അല്ല ബോളാണ് സിക്സ് അടിക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞോട്. തോൽവി ഉറപ്പിച്ച സ്ഥിതിക്ക് ആ ഡെസ്ക് എടുത്ത് പുറത്തിടാൻ വേണ്ടി 7Cയിലുള്ള ആരെങ്കിലും തയ്യാറാവണമെന്ന് അപേക്ഷിക്കുന്നു. തോൽവി എന്നത് ഭസ്മങ്ങൾക്ക് ദുബായ് പോലാണ്. അതവർ കണ്ടിട്ടില്ല. കൊള്ളടേ കൊള്ള. നീ ആള് അപ്പനല്ലേ? ഇറങ്ങ്. ഓവറിന്റെ ലാസ്റ്റ് ബോളിൽ സിംഗിൾ എടുത്ത് അനൂപിന്റെ ബുദ്ധിപരമായ നീക്കം. പക്ഷേ അമ്പാടി അവിടുന്ന് നീങ്ങുന്നില്ല. അനൂപ് ഓടാൻ പറഞ്ഞപ്പോ അടിക്കൂന്ന് പേടിച്ച് വിട്ടുപോയാണ് സുഹൃത്തുക്കളെ. വിട്ടുകളാ. പട്ടിപ്പുല്ല് തിന്ന
പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല. I'm very clear about it. This is wrong. അമ്പാടി ബാള് വരുമ്പോ ബാറ്റ് എടുത്ത് വീശണം. ബുക്ക് എടുത്ത് എഴുതാൻ പാടി. യവൻ നിൽക്കുമ്പോ തോറ്റാ മതിയായിരുന്നു. ഒന്നും ചെയ്യണ്ട, സിംഗിൾ എടുത്താൽ മതി, ഞാൻ നോക്കിക്കോളാം. ഏട്ടാ come on. അയ്യേ, ഇത് അബദ്ധം. ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള എന്തോ ഒരു പരിപാടി കാണിച്ചിരിക്കുകയാണ് അമ്പാടി. ഞാനൊന്ന് പോയി പെടുത്തിട്ട് വരാം. പെടുത്തിട്ട് നീ ഇങ്ങോട്ട് തന്നെ വരണം. ഓ, അല്ലാതെ ഒളിച്ചോടാനൊന്നും പറ്റൂല. വീണ്ടും രണ്ടാം ഭസ്മത്തിന്റെ രണ്ടാം തീ ഉണ്ടാ. എന്റെ പൊന്നോ, എന്തിനാ വളർന്ന വിളയാട്ടം അമ്മാടി പടയോട്ടം ലൂസിംഗ് ട്രാക്കിൽ കടലാസിൻ പുലിക്കൂട്ടം ജയ്സിൽ ബോസായി ഗതിമാറ്റും കളിയാട്ടം എന്റെ പൊന്നോ, അമ്പാടി പൈകൾ മേയും കാണാൻ തീരത്ത് അടിച്ചു പറത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്വന്തം നീ പെടുക്കാൻ പോണില്ല. ഇപ്പൊ അത്യാവശ്യമില്ല. മാഡം പല്ലിലെ ചിത്രരോഗികൾ അത് ഭസ്മങ്ങളല്ലേ? അമ്പാടി അമ്പാടിയാണ് അല്ലേ മോനെ? 18ാമത്തെ അടവുകളാണ് ഭസ്മങ്ങൾ എടുക്കുന്നത്. പൊടി പരത്തുക എന്നതാണ് ഉദ്ദേശം. എന്നാലും ഭസ്മങ്ങളുടെ കൂടാത്രം ഏറ്റിരിക്കുകയാണ്. ബാറ്റ് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അമ്പാടി ശ്രീകുട്ടന്റെ അടുത്ത് പോയത് 2 കാര്യത്തിനാണ്. എന്താണ് ആ രണ്ടാമത്തെ കാര്യം? കലാഷ്നിക്കോവ്. ആ, അതവിടെ നിന്നുണ്ട്. ഇനി ജയിക്കാൻ വെറും 5 റൺസ് മാത്രം. എല്ലാ കണ്ണുകളും അനൂപിന്റെ ബാറ്റിൻ തുമ്പിലേക്ക്.